മമ്മൂട്ടി ധനുഷ് ചിത്രം അടൂർ ഗോപാലകൃഷ്ണ ചിത്രത്തിൽ മമ്മൂട്ടി ജോയിൻ ചെയ്തു. ഒരു മാസം ഒരു മാസമുള്ളിൽ ഷൂട്ടിംഗ് കഴിഞ്ഞ ശേഷം മമ്മൂട്ടി മാർച്ചിൽ മമ്മൂട്ടി ഫെബ്രുവരി അവസാനം മാർച്ചിൽ മമ്മൂട്ടി ധനുഷ് ചിത്രത്തിൽ ജോയിൻ ചെയ്തു. തമിഴ് ചിത്രത്തിൽ മമ്മൂട്ടിയുടെ ഒരു പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ 100% പടങ്ങൾ എടുക്കുകയാണെങ്കിൽ 90% സൂപ്പർ ഹിറ്റും മെഗാ ഹിറ്റും. വളരെ കുറച്ച് സിനിമകൾ മാത്രമേ ഫ്ലോപ്പ് ആയിട്ടുള്ളൂ. പ്രത്യേകിച്ച് നായകനായിട്ട് മലയാള സിനിമയിൽ നിന്നും അന്യഭാഷാ സിനിമയിൽ നിന്നും ഇത്രയും ഹിറ്റുകൾ നൽകിയ മറ്റൊരു നായകൻ എന്തായാലും മലയാള സിനിമയിൽ ഇല്ല എന്നുള്ളതിൽ നിസ്സംശയം നമുക്ക് പറയാൻ പറ്റും. മമ്മൂട്ടി എടുക്കുന്ന ക്യാരക്ടേഴ്സ് ലാസ്റ്റ് എടുത്ത പേരൻപാണെങ്കിൽ പോലും ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. അസാധാരണ പെർഫോമൻസ് മമ്മൂട്ടിയുടെ മോളായിട്ട് അഭിനയിച്ച കുട്ടിയാണെങ്കിൽ പോലും അസാധാരണ പെർഫോമൻസ് ആയിരുന്നു. അതിനൊരു ദേശീയ അവാർഡ് ഒന്നും കിട്ടിയില്ല. പക്ഷേ ആൾക്കാർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സിനിമയാണ്. മമ്മൂട്ടി ധനുഷ് ചിത്രം വരുമ്പോൾ ധനുഷ് ഈയിടെയായിട്ട് ഫ്ലോപ്പുകളുടെ തമ്പുരാനായിട്ട് ചറപറ ഫ്ലോപ്പുകളാണ്. സംവിധാനം ചെയ്യുന്ന ഫ്ലോപ്പ്, അഭിനയിക്കുന്നതെല്ലാം ഫ്ലോപ്പ്. ധനുഷിൻ്റെ പടം ഇറങ്ങുന്നതും പോകുന്നതും ആരും അറിയുന്നില്ല. എന്തായാലും ധനുഷിൻ്റെ ഈ പടത്തിന് പ്രത്യേകത, ഇത് അമരൻ്റെ ഡയറക്ടറാണ്, ഗംഭീര ഡയറക്ടറാണ്. മാത്രമല്ല മമ്മൂട്ടിയെ പോലൊരു ഒരു താരത്തെ കൂടെ അവിടെ കിട്ടുകയാണ്. മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു ആക്ഷൻ ചിത്രമാണ്. ഗ്രാമ പശ്ചാത്തലത്തിലാണ് എന്നാണ് അറിയുന്നത്. അങ്ങനെ ആണെങ്കിൽ അത് അതിഗംഭീരമായിരിക്കും. മമ്മൂട്ടി ധനുഷൂടെ ഒന്നിക്കുമ്പോൾ ഒരു ഗംഭീര ചിത്രം പ്രതീക്ഷിക്കാം. അതുപോലെ ഒരു ഗംഭീര ഹിറ്റ് ധനുഷിനും ആവശ്യമാണ്. ഇത് രണ്ടും നമുക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കാം.